ഹായ്, ഞാൻ ഐശ്വര്യം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൂട്ട് സാലഡാണ്. വളരെ എളുപ്പത്തിൽ നമ്മൾ ഈ ഫ്രൂട്ട് സാലഡ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാനത് തയ്യാറാക്കി കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു പാന് അടുപ്പിൽ വെച്ചിട്ട് 1/2 ലിറ്റർ പാല് തിളപ്പിച്ചെടുക്കാം. അപ്പം നമ്മൾ പാല് തിളപ്പിക്കാൻ എടുക്കുമ്പം ഒരു പഴയ എന്തെങ്കിലും നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ എടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കുക, അതുമല്ല കുറച്ച് സ്റ്റിക്കി ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെയുള്ളൊരു പാത്രം എടുക്കുന്നതാണ് നല്ലത്. എന്നിട്ട് നമ്മളിത് ഒരു തിള വരുന്നിടം വരെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അടുക്കി പിടിക്കാത്ത രീതിയിൽ ഇളക്കണം. പാലൊന്ന് തിളച്ച് വന്ന ശേഷം മാത്രമേ നമ്മളിനി ബാക്കി ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്യത്തുള്ളൂ. ഏകദേശമാണെങ്കിൽ ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇതിലേക്കാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഞാനിവിടെ 1/2 ലിറ്റർ പാലിന് ഒരു 6 മുതൽ 7 സ്പൂൺ വരെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. മധുരമൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഒരുപാട് മധുരം വേണ്ടവരാണ്, നല്ല മധുരം വേണം എന്നുള്ളവരാണെങ്കിൽ 8-9 സ്പൂൺ വരെ ചേർക്കാം. പക്ഷേ ഇതൊരു മീഡിയം മധുരമായിരിക്കും. എനിക്കൊക്കെ മീഡിയം മധുരമാണ് ഇഷ്ടം. അപ്പം ഒത്തിരി വേണമെന്നുള്ളവർ അതിനനുസരിച്ച് പഞ്ചസാര ചേർക്കണം. അപ്പോൾ ഞാനിത് അളന്നിവിടെ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ തിളച്ച ശേഷം മാത്രമേ ഈ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് അതിലേക്ക് അങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഈ പഞ്ചസാര ചേർത്ത് തുടങ്ങുക, അതായത് പാല് തിളച്ച് പഞ്ചസാര ചേർത്ത് തുടങ്ങുമ്പോൾ മുതൽ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തിളച്ച ശേഷം. അപ്പം തിള വരുന്നിടം വരെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. പഞ്ചസാരയൊക്കെ ഇതിലിപ്പോൾ നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇപ്പം ഞാനിപ്പം ലോ ഫ്ലെയിമിലോട്ട് മാറ്റി. അപ്പോൾ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ബ്രൗൺ ആൻഡ് പോൾസിൻ്റെ കസ്റ്റേർഡ് പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്, വാനില ഫ്ലേവർ. ഇത് കുറച്ച് നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്കിതിനെപ്പറ്റി അറിയാം. അത് നല്ല കസ്റ്റേർഡ് പൗഡറാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്ലേവേർഡ് കസ്റ്റേർഡ് പൗഡർ അല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വാനില എസൻസ് അഡീഷണലായിട്ട് ചേർത്ത് കൊടുക്കണം. പക്ഷേ ഇത് എൻ്റെ ഫ്ലേവേർഡാണ്, അതുകൊണ്ട് ഞാൻ വേറൊന്നും ചേർക്കുന്നില്ല. ബൗളെടുത്തിട്ട് അതിലേക്കാണെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച പാക്കറ്റിൽ നിന്ന് 2 സ്പൂൺ കസ്റ്റേർഡ് പൗഡർ എടുക്കാം. ഇത് ഒരു 1/4 കപ്പ് തണുത്ത പാലിൽ, ചൂട് പാലിൽ തണുത്ത പാലിൽ, ആറിയ പാലിൽ നമ്മൾക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒട്ടും തന്നെ ലംസ് പാടില്ല. അതുകൊണ്ടാണ് നമ്മളിത് സെപ്പറേറ്റ് മിക്സ് ചെയ്തിട്ട് പാലിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരിക്കലും കസ്റ്റേർഡ് പൗഡർ ഡയറക്റ്റായിട്ട് പാലിലേക്ക് ചേർത്ത് കൊടുക്കരുത്. കട്ടി പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പാല് തിളപ്പിക്കുന്നതിന് മുമ്പ് ചെയ്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് കസ്റ്റേർഡ് പൗഡർ മിക്സ് റെഡിയാക്കി എന്നുള്ളതേ ഉള്ളൂ. ആ പാല് അത്യാവശ്യം നന്നായിട്ട് തിളച്ച് തുടങ്ങി. നമുക്ക് ഇനി ഇതിലേക്കാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് പൗഡർ മിക്സ് ആണെങ്കിൽ ചേർത്ത് കൊടുക്കുക. അല്പാൽപമായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, ഒറ്റയടിക്ക് ചേർക്കാറില്ല. പിന്നെ വേറൊരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, തീയാണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രമിക്കണം. കാരണം കസ്റ്റേർഡ് പൗഡർ ചേർക്കുക ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പാലെല്ലാം കൂടി കട്ടി പിടിച്ചു പോകും. അതുപോലെ അടുക്കി പിടിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ അത് നല്ലവണ്ണം പാല് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമുക്ക് ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്താൽ മതി. പക്ഷേ അതുവരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. പാല് ചൂടാക്കി അതിലേക്ക് കസ്റ്റേർഡ് പൗഡർ മിക്സ് ചെയ്ത് തണുപ്പിക്കുന്ന സമയം മാത്രമേ ഇത് ഉണ്ടാക്കിയെടുക്കാൻ ആവത്തുള്ളൂ. വീട്ടിലെപ്പോൾ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കാം. എന്നാൽ ഭയങ്കര ടേസ്റ്റുമാണ്. നല്ല തണുപ്പിച്ച് കഴിക്കുമ്പം എന്താ പറയേണ്ടത്, ഒരു ഐസ്ക്രീം ഇട്ട ഫ്രൂട്ട്സ് കഴിക്കുന്ന പോലെ. എന്താ അതിൻ്റെ ടേസ്റ്റ് എന്ന് കറക്റ്റാണ് പറയാനറിയില്ല. പക്ഷേ ഫ്രൂട്ട് സാലഡ് ഒരുമാതിരി എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഫ്രൂട്ട് സാലഡ് ഇഷ്ടപ്പെടാത്തവരായിട്ട് വളരെ കുറച്ച് ആൾക്കാരേ ഉണ്ടാവുകയുള്ളൂ. അപ്പം നമുക്ക് ഈ ലോക്ക്ഡൗൺ കാലത്ത് നമ്മുടെ വീട്ടിലുള്ള ഫ്രൂട്ട്സൊക്കെ ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അതുപോലെ കുഞ്ഞുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്രൂട്ട്സ് അവർ സപ്പോസ് കഴിക്കില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഫ്രൂട്ട് സാലഡ് ആക്കി കൊടുത്താൽ അവർ പെട്ടെന്ന് തന്നെ ഫ്രൂട്ട്സ് കഴിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതേപോലെ തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഞാനിതാ കണ്ടില്ലേ, എനിക്ക് ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസി, ഒത്തിരി കുറുകിയ കൺസിസ്റ്റൻസി വേണ്ട. കാരണം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് തണുപ്പിച്ചിട്ടാണ് ഇതെടുക്കുന്നത്. അപ്പോൾ ഒത്തിരി ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, നമ്മൾ 2 മണിക്കൂറൊക്കെ ഫ്രിഡ്ജ് വെച്ചിട്ട് എടുത്ത് കഴിയുമ്പോൾ നല്ല കട്ടിയായിട്ടിരിക്കും. അതുകൊണ്ടൊരു മീഡിയം കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് വേറൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാതെയും ഫ്രൂട്ട്സിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാം. പക്ഷേ കൂടുതലും തണുപ്പിച്ച് കഴിക്കുന്നതായിരിക്കും ഭയങ്കര ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്.
അപ്പോൾ നിങ്ങൾ ആദ്യം തണുപ്പിച്ച് കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ തണുപ്പ് കഴിക്കാൻ പറ്റില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചൂട് പോയ ശേഷം ഫ്രൂട്ട്സിൽ മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസി ആയി വരുന്നുണ്ട്. കണ്ടോ, ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ നല്ല കണ്ടിന്യൂസ് ആയി ഇളക്കി ഇടയ്ക്കിടയ്ക്ക് നോക്കണം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് തീ ഓഫ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടുതൽ കുറുകണ്ട. ഇങ്ങനെ സപ്പോസ് നിങ്ങൾ ചെയ്യുമ്പോൾ എന്താ പറയുക, നല്ല കുറുകിപ്പോയി എന്ന് വെക്കുക. അത് ഫ്രിഡ്ജിൽ വെച്ചോ അല്ലെങ്കിൽ അല്ലാതെ എടുക്കുമ്പോൾ നല്ല കട്ടിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾ തിളപ്പിച്ച് ആറി കുറച്ച് പാൽ ചേർത്തിട്ട് അത് വേണമെന്നുണ്ടെങ്കിൽ ലൂസാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അഡീഷണൽ മധുരവും ചേർത്ത് കൊടുക്കണം. കാരണം നമ്മൾ ഇപ്പം 1/2 ലിറ്റർ പാലുള്ള മധുരം മാത്രമല്ലേ നമ്മൾ ചേർത്ത് കൊടുത്തുള്ളൂ. അപ്പോൾ അഡീഷണലായിട്ട് എന്തെങ്കിലും പാലൊക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഷുഗർ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഇത് നല്ലവണ്ണം ഒന്ന് തണുക്കണം പുറത്ത് വെച്ച്. നമ്മുടെ കസ്റ്റേർഡ് പൗഡർ മിക്സ് ആണെന്നുണ്ടെങ്കിൽ പാലിൽ തയ്യാറാക്കിയ നമ്മുടെ ഫ്രൂട്ട് സാലഡിൻ്റെ മിക്സ് ആറിയ ശേഷം ഞാനത് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം നല്ലപോലെ തണുപ്പായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടാണെങ്കിൽ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ആപ്പിൾ ഞാൻ എടുത്തിട്ടുണ്ട്, കുറച്ച് പോംഗ്രാനറ്റ് എടുത്തിട്ടുണ്ട്. ഈ 2 ഫ്രൂട്ട്സ് മാത്രമേ അവൈലബിൾ ആയിരുന്നുള്ളൂ. പക്ഷേ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്കിതിലേക്ക് മാംഗോ ചേർക്കാം, ഗ്രേപ്സ് ചേർക്കാം, ഗ്രീൻ ഗ്രേപ്സ് ആണെങ്കിലും ബ്ലാക്ക് ഗ്രേപ്സ് ആണെങ്കിലും ചേർക്കാം. പിന്നെന്താ, അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള കിവി ഉണ്ടെങ്കിൽ കിവി ചേർക്കാം, സ്ട്രോബെറി ഉണ്ടെങ്കിൽ സ്ട്രോബെറി ചേർക്കാം. അങ്ങനെ നമ്മുടെ പഴം, അതുപോലെ ഏത്തപ്പഴം ആണെങ്കിലും റോബസ്റ്റ ആണെങ്കിലും ചേർക്കാം. നമുക്ക് ഇഷ്ടമുള്ള എന്ത് ഫ്രൂട്ട്സും ചേർക്കാം. പക്ഷേ വാട്ടർ മെലൺ, പേരയ്ക്ക അതുപോലെയുള്ളതൊന്നും ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം, പക്ഷേ കുറച്ച് വാട്ടറി ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒന്നും ചേർക്കേണ്ട. അതുപോലെ പൈനാപ്പിളും ചേർക്കേണ്ട. കാരണം പൈനാപ്പിൾ ഡയറക്റ്റ് ഫ്രൂട്ട് സാലഡിൽ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് പുളി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് ഇത്രയും ഫ്രൂട്ട്സേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് നട്ട്സും ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കപ്പലണ്ടിയും ബദാമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള നമ്മുടെ ഫ്രൂട്ട് സാലഡ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇതിലേക്കാണെങ്കിൽ കുറച്ച് കപ്പലണ്ടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് കഴിക്കുന്ന സമയത്ത് ചേർക്കാം, ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാന്ന് വെച്ചിട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൊത്തം ചേർക്കാം, യാതൊരു കുഴപ്പമില്ല. ഇനി ഇതല്ലാതെ വേറെ രീതിയിലെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കസ്റ്റർഡ് പൗഡർ മിക്സ് തയ്യാറാക്കി ഫ്രൂട്ട്സും സെപ്പറേറ്റ് തയ്യാറാക്കി വെച്ചിട്ട് വിളമ്പുന്ന സമയത്ത് നമ്മൾ ഫ്രൂട്ട്സും അതിൻ്റെ മുകളിൽ 1 ടീസ്പൂൺ കസ്റ്റേർഡ് അങ്ങനെ വേണമെങ്കിലും നമുക്ക് വിളമ്പാം. അതൊക്കെ സെർവ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനിപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ മുകളിൽ കുറച്ച് ബദാം വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈസി ആയിട്ടുള്ള ഈ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കി നോക്കണം. ഞാനൊരു സർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.